ഹലോ വെൽക്കം ടു അമീസ് ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ന്യൂ സിലബസ് വെച്ചിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതുപോലെ നമ്മൾ എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്ത് തുടങ്ങും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഡിഫറൻറ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. സോ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ന്യൂ സിലബസ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചാനൽസ് നന്നായിട്ട് ക്ലാസ്സൊക്കെ കേൾക്കുക. കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ സബ്ജക്റ്റിലും. 10th പോർഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ 9th കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു അപ്ഗ്രേഡേഷൻ മോഡലിൽ ഒന്ന് കൂട്ടുകയാണ് അവർ. ഓക്കെ, നമ്മുടെ നോളജ് എന്തായാലും കൂടും. അതിനനുസരിച്ചുള്ള ഇൻഫോർമേഷൻസും വേർഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ ചോദിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് സമയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വളരെ കറക്റ്റായിട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെർഹാപ്പ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. അപ്പോൾ ടൈം പ്രസൻറ്റ് ഇപ്പോഴത്തെ സമയമായാലും കഴിഞ്ഞ സമയമായാലും അതെന്താണ്, എല്ലാം ഫ്യൂച്ചറിലേക്കാണ് ആ ഒരു എന്താ പറയുക നേർരേഖ വരയ്ക്കുന്നത് ആണല്ലോ. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിനെ അനുസരിച്ചിരിക്കും. ഒരു എക്സാമ്പിളാണ്, നിങ്ങളിപ്പോൾ പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല സ്കിൽസ് കിട്ടി നല്ല നല്ല മേഖലയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, കഴിഞ്ഞ കാര്യങ്ങളും ഉണ്ടാവാൻ പോണ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഓക്കെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ്. സോ എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി. ഇന്നലെ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഓർമ്മയാണ്, അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നലത്തെ ലൈഫ് നമുക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. നാളെ നടക്കാൻ പോണ കാര്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒന്ന് ഓർമ്മയും ഒന്ന് സ്വപ്നങ്ങളും. ഇത് ഖലീൽ ഗബ്രെയിൻ പറഞ്ഞിട്ടുള്ള, നമുക്ക് കഴിഞ്ഞ ഇയറിൽ നമ്മൾ പഠിച്ചിരുന്ന ചാപ്റ്ററിൽ കുറേ ചാപ്റ്റേഴ്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ അദ്ദേഹം എന്താണ് യെസ്റ്റർഡേ കുറിച്ച് പറയുന്നത്, ടുമാറോനെ കുറിച്ച് പറയണതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ ആ ഒരു വേർഡ്സിൽ തന്നെയുണ്ട്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതാണല്ലോ പാസ്റ്റിൽ ഉണ്ടാവുന്നത്. അതും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും ഇനി ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മോൾഡ് ചെയ്ത് ഒരു ഷേപ്പ് വരുത്താണ്. ഒരു കുട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. നമ്മളെ ചുറ്റുപറ്റിയിരിക്കുന്ന ഒരു സറൗണ്ടിങ്സ് ആയാലും നമ്മുടെ പാരൻസ് ആയാലും നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ഫ്രണ്ട്സ് ആയാലും ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നതും. ആൾക്ക് കുറേ ഓർമ്മകൾ ഉണ്ടായിരിക്കും, കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ആളെ ഫ്യൂച്ചറിലോട്ടുള്ള ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത്. മൂവീസ് ആർ ലൈക്ക് ത്രെഡ്സ് വ്യൂവൺ ഇൻ ടു ഫാബ്രിക് ഓഫ് അവർ ലിവ്സ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ. സങ്കടങ്ങളും സന്തോഷങ്ങളും ഉള്ള ഒരുപാട് മൊമെൻറ്റ്സ് ആണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. വൂവൺ ഇൻ ടു ഫാബ്രിക് ഓഫ് അവർ ലിവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നൂലിഴകളും തുന്നുന്നത് എന്താ, ഈ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ വെച്ചിട്ടാണ്. നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറി വായിക്കാം. സ്റ്റോറിയുടെ പേര് ഇതാണ്, ഹാഫ് എ ഡേ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് ന്യൂ സിലബസ് ആണെന്നറിയാം. സോ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ന്യൂ സിലബസ് ആയതുകൊണ്ട് എല്ലാവർക്കും നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. സോ നമുക്കൊന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓൺലൈനിൽ ഒരു അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കുന്നത്. ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ. ഡൗട്ട്സ് എന്ത് വന്നാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എല്ലാ സബ്ജക്റ്റും നമ്മളിതുപോലെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എക്സാം സമയമായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവാം. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, മുറുകെ പിടിക്കുക. അച്ഛൻ്റെ ഹാൻഡ് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ ഓരോ ലോങ് സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ അച്ഛന്മാരെ വലിയ വലിയ ആൾക്കാർ നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ മെല്ലെ നടന്നു വരുമ്പോഴേക്കും അവരവിടെ പകുതി കിലോമീറ്റർ എത്തിയിട്ടുണ്ടാവും. സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ നീട്ടി നടക്കുക. അപ്പോൾ അച്ഛൻ ഓടുന്ന പോലെയാണ് കുട്ടിക്ക് തോന്നുന്നത്. ഓൾ മൈ ക്ലോത്ത്സ് വർ ന്യൂ, ദ ബ്ലാക്ക് ഷൂ, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. ടർബൂഷ് എന്ന് പറഞ്ഞാൽ ഈ തലയിൽ വയ്ക്കുന്ന ഒരു ക്യാപ്പിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പുതിയ ക്ലോത്ത്സ് ആണ് ഇട്ടിരിക്കുന്നത്. ബ്ലാക്ക് ഷൂ ഉണ്ട്, ഗ്രീൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സഡ്. For this was no feast day, but the day on which I was to be cast into school for the first time. അപ്പോൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞ സന്തോഷം. ഞാനിപ്പോൾ ഈ ഒരു പുതിയ ക്ലോത്ത്സ് ഇട്ട് പോകുമ്പോൾ എനിക്ക് എന്തായാലും സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരു മിക്സഡ് ഫീലിംഗാണ്. അന്നൊരു പെരുന്നാൾ ദിവസമൊന്നുമല്ല,
പക്ഷേ പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പുതിയ ഡ്രസ്സ് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. ആ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് മിക്സഡ് ഫീലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് us ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അപ്പോൾ അപ്പീലിംഗ് നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ അഭ്യർത്ഥിക്കുക, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമേ എന്നുള്ള രീതിയിൽ. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ കുട്ടിയും അച്ഛനും കൂടി പോകുമ്പോൾ അമ്മ അവിടെ വിൻഡോൻ്റെ അവിടെ അങ്ങനെ നോക്കുക. കാരണം അത്ര ദിവസം കുട്ടിയെ വീട്ടിലുള്ളപ്പോൾ പുതിയതായിട്ടൊരു കുട്ടി സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ആ അമ്മയ്ക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. കുട്ടിയാണെങ്കിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, കാരണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും അമ്മേ എന്നുള്ള രീതിയിൽ. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻ ഓൺ ബോത്ത് സൈഡ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ് പ്ലാന്റഡ് വിത്ത് ക്രോപ്പ് പ്രിക്കിലി പിയേഴ്സ് ഹെന്ന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാം. ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് പറയുന്നത്. ഗാർഡൻസ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ പ്രിക്കിലി പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുള്ള ചെടികളുണ്ട്, ഹെന്നയുടെ ചെടികളുണ്ട്, പിന്നെ ഡേറ്റ്സിൻ്റെ ഓരോ പാംസ് ഉണ്ട്, പനകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ 2 ഇതിലായിട്ട് ഈന്തപ്പനകളുടെ അതും ഉണ്ട്. അങ്ങനെ വഴിയോരങ്ങളെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ്ലി നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ഥലത്തിൽ കൂടിയാണ് അച്ഛൻ്റെ കൈയും പിടിച്ചിങ്ങനെ പോകുന്നത്. വൈ സ്കൂൾ ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക. എന്തിനാ ഈ സ്കൂള്? ഞാൻ നിങ്ങളെ എന്തെങ്കിലും ശല്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് അച്ഛനോട് ചോദിക്കാം. അപ്പോൾ അച്ഛൻ പറയണം, ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ? ഞാൻ നിന്നെ പണിഷ് ചെയ്യാണോ? ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഹി സെഡ് ലാഫിങ്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? ഇതെന്താണ്? നല്ല ആവശ്യമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഏതിൽ നിന്ന്? ഒരു കുട്ടിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ സ്കൂള്. നിനക്കും വലുതാവണ്ടേ എന്ന് ചോദിക്കാം. ഐ വാസ് നോട്ട് കൺവൈൻസ്ഡ്. കൺവൈൻസ്ഡ് എന്താ? എനിക്കിതൊന്നും അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസനീയമായിട്ട് തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമേസി ഓഫ് മൈ ഹോം. എനിക്ക് ഇൻറ്റിമേസി എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര അടുത്ത. അപ്പോൾ അമ്മയായിട്ടും ആ വീടായിട്ടൊക്കെ ഉള്ള അത്രയും ഇൻറ്റിമസിയിലുള്ള അവിടെ നിന്ന് ടിയർ ചെയ്യുക, പറിച്ച് കളയുക. നമ്മൾ പേപ്പർ ടിയർ ചെയ്യുക എന്ന് പറയില്ലേ, നോട്ട്ബുക്കിൽ പേപ്പർ ടിയർ ചെയ്യുക, അതുപോലെ ചീന്തി കളയണ പോലെ, എന്നെ അവിടെ നിന്ന് മാറ്റി കളയണ പോലെ എനിക്ക് തോന്നിയത്. ആൻഡ് ത്രൂയിങ് മീൻ ടു ദിസ് ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞ പോലെ തോന്നുന്നു. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്. ഫോർട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയൊരു കോട്ട. സ്റ്റേൺ ആൻഡ് ഗ്രിം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം എന്താ? കർക്കശമായ, എന്തോ ഒരുപാട് നിയമങ്ങളൊക്കെ ഉള്ള ഒരു വലിയ കോട്ടയിലേക്ക് എന്നെ വലിച്ചെറിയുന്ന പോലെ എനിക്ക് തോന്നിയത്. When we arrived at the gate, we could see the courtyard vast and crammed full of boys and girls. അപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കോർട്ട്യാർഡ്, ഒരു വലിയ ഗ്രൗണ്ട്, ഒരു വലിയ മുറ്റമാണ് കണ്ടത്. വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ. ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ക്രാംഡ് എന്ന് പറഞ്ഞാൽ തിരക്കി, അല്ലെങ്കിൽ എന്താ പറയുക, തിക്കി തിരികെ ഇങ്ങനെ പോവുകയാണ് കുട്ടികളൊക്കെ. കാരണം ഓപ്പണിംഗ് ഡേ ആണല്ലോ, കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ പോകുന്നുണ്ടാവും, തിക്കി തിരക്കി പോകുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ. ഇനി നീ നിൻ്റെ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, നീ ഇനിയിപ്പോൾ അകത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് വിടുക. ആൻഡ് ജോയിൻ ദം. എന്നിട്ട് അവരായിട്ട് കൂട്ടുകൂട്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. നീ മുഖത്തൊരു ചിരിയൊക്കെ വെച്ച് എല്ലാവർക്കും ഒരു നല്ല ഉദാഹരണമായി നീ അവിടെ നിൽക്ക്, മാതൃകയായി നിൽക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ അവനങ്ങനെ തള്ളിവിട്ടു. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. ഹെസിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മടി. അയ്യോ ഞാനിങ്ങനെ അകത്തേക്ക് പോകും, അങ്ങനെയുള്ളൊരു മടി. ആ മടി കാണിച്ച് അവിടെ നിന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ക്ലങ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചു നിന്നു. ബട്ട് ഹി ജെന്റ്ലി പുഷ് മീ ഫ്രം ഹിം. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് അകത്തേക്ക് വിട്ടു. ബി ബോൾഡ് ഹി സെഡ്. നല്ല സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുക എന്ന് പറയുന്നു. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്ന് തൊട്ടിട്ടാണ് നീ നിൻ്റെ ജീവിതം തുടങ്ങുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. നീ ഇവിടുന്ന് പോവാറാവുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിയാറാവുമ്പോഴേക്കും ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്പ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക് ബട്ട് സോ നത്തിങ്. കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ടു വി. പിന്നെ ഓരോ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കുറേ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ മുഖം ഇങ്ങനെ കാണാൻ തുടങ്ങി. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. എനിക്കൊരാളെ പോലും അറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. ഒരാൾക്കും എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. എനിക്ക് തോന്നിയത് ഞാൻ ഏതോ ഒരു അജ്ഞാതനാണെന്ന, വഴി നഷ്ടപ്പെട്ട് നിൽക്കുന്ന, വഴി അറിയാതെ നിൽക്കുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. ബട്ട് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറ്റുനോക്കുക. ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി എന്താ? അറിയാനുള്ള ആഗ്രഹം. പക്ഷെ എല്ലാവരുടെയും ഓരോ ആഗ്രഹങ്ങൾ, അറിയാനുള്ള ആഗ്രഹത്തിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. വേർഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക് ഹൂ ബ്രോട്ട് യു. ഒരു കുട്ടി ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ നോക്കിയിട്ട് അറിയാനുള്ള ആകാംക്ഷയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിന്നെ ആരവിടെ കൊണ്ടുവന്നേ? മൈ ഫാദർ ഐ വിസ്പേർഡ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛനെ കൊണ്ടുവന്നേന്ന് പറഞ്ഞു. മൈ ഫാദേഴ്സ് ഡെഡ് ഹി സെഡ് ക്വൈറ്റ് സിമ്പിളായിട്ട് ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചു എന്നാ കുട്ടി പറഞ്ഞു.
I did not know what to say. The gate was closed, letting out of a pitiable screech. അപ്പോൾ എനിക്ക് ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ച് എന്ത് പറയുന്നത് എനിക്ക് തോന്നിയില്ല. എന്താ ഞാൻ പറയുക കുട്ടിയോട് എന്നെനിക്ക് അറിയില്ല. പെട്ടെന്നാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ ആ പിറ്റേബിൾ എന്ന് പറയുമ്പോൾ പിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല, ദയനീയമായിട്ടുള്ള ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ പിറ്റേബിൾ സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ കരച്ചിൽ. അപ്പോൾ ദയനീയമായിട്ടുള്ള ഒരു കരച്ചിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കുട്ടികൾ ഇങ്ങനെ കരയുന്നുണ്ട് കേൾക്കാം. സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. കുറേ കുട്ടികൾ ഇങ്ങനെ ഏങ്ങുന്നുണ്ടായിരുന്നു കണ്ണീരൊക്കെ വരുത്തിയിട്ട്. ദ ബെൽ റാങ്. പെട്ടെന്ന് തന്നെ ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അപ്പോൾ ഒരു പെൺകുട്ടിയല്ല, ലേഡിയാണ്. അപ്പോൾ ആ ലേഡി ആരായിരിക്കും? അവിടുത്തെ ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും അതോറിറ്റീസ് ആയിരിക്കാം. ഓക്കെ, അവർ വരുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, ആണുങ്ങളും ഉണ്ട് കൂടെ. ദ മാൻ ബിഗൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പോൾ റാങ്ക്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓരോ ഡിവിഷനിലേക്ക് മാറ്റുകയാണ്, അതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ടീച്ചറായിരിക്കാം. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പുതിയ വീടാണ് എന്ന് പറഞ്ഞു. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെയുണ്ട് നിങ്ങൾക്ക് അമ്മമാരും അച്ഛന്മാരും. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളേജ് ആൻഡ് ലൈഫ്. ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ അറിവുകളും ജീവിതത്തിലേക്ക് വേണ്ടതുണ്ട്. ഡ്രൈ യുവർ ടീയേഴ്സ് ആൻഡ് ഫേസ് ലൈക്ക് ജോയ്ഫുള്ളി വോണ്ട് യു. നിങ്ങളുടെ കണ്ണീരൊക്കെ നിങ്ങൾ ഡ്രൈ ചെയ്യാൻ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് തുടച്ച് മാറ്റൂ. എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കില്ലേ എന്ന് ചോദിക്കുക. We submitted to the fact, and this submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to by my friends, and fell in love with such girls as I was to be in love with them. Then it seemed to be my misgiving had നോ ബേസിസ്. പിന്നീട് എന്ത് ചെയ്തു? മനസ്സിലായി എന്താണ്, അച്ഛൻ ഇവിടെ എന്നെ സമർപ്പിച്ച് പോയി എന്ന് പറഞ്ഞാൽ എന്താ, ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനൊന്നും പറ്റില്ല. ഇനി ഓരോ ലിവിങ് ബീങ്സ് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരുമായിട്ട് ഞാനിങ്ങനെ മിങ്കിൾ ചെയ്ത് പോവാം. അങ്ങനെ പതിയെ അവനവിടെ ഫ്രണ്ട്സ് ഉണ്ടായി, ബോയ്സായിട്ട്. അതുപോലെ ഗേൾസായിട്ട് അവൻ എന്തുണ്ടായി, കുറച്ച് പ്രണയമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ഈ പറയുന്നത് 1ാം ക്ലാസ്സിൽ LKG കുട്ടിയുടെ കാര്യം ആയിരിക്കുമോ പറയുന്നുണ്ടാവുക? കുടനാക്കിയത് ആ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും. പിന്നെ ആ കുട്ടി വളരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചോളോ. ആ കുട്ടി വളരുന്ന ഓരോ നിമിഷങ്ങളും അവർ ഹാഫ് എ ഡേ എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്, ഒരു ദിവസത്തിലെ പകുതി ഭാഗം അല്ലെങ്കിൽ പകുതി ദിവസം എന്നുള്ളത്. പക്ഷേ ആ കുട്ടിയുടെ ജീവിതം മൊത്തം ഇതിൽ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വായിച്ചോളോ. അപ്പോൾ അങ്ങനെ എന്തുണ്ടായി? ലവേഴ്സും ഉണ്ടായി. ദെൻ ഇറ്റ് സെയിം ടു ബി മൈ മിസ്ഗിവിങ് ഹാഡ് നോ ബേസിസ്. അപ്പം ഞാൻ ഈ ചിന്തിക്കുന്ന രീതികൾക്കായാലും എൻ്റെ ഓരോ കാര്യങ്ങൾക്ക് എന്തായി, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവന് മനസ്സിലായി. ഐ ഹാഡ് നെവർ ഇമാജിൻ സ്കൂൾ വുഡ് ഹാവ് ഹിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. എന്തായിരിക്കും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ? വി പ്ലേഡ് ഓൾ സോർട്ട്സ് ഓഫ് ഗെയിം കളിക്കുന്നുണ്ട്. സ്വിങ്സ്, ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്. പിന്നെ അവിടെ നമുക്ക് ഉണ്ടായില്ല കുതിരേമ നമ്മളിരിക്കുക, ഊഞ്ഞാലാടുക, അതുപോലെ ഒരുപാട് ബോൾ ഗെയിംസ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. ചാൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചൊല്ലുക, പാടുക. ഫസ്റ്റ് പാട്ട് ഞങ്ങൾ പാടി. വി ആൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. പല ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. ഗ്ലോബ് കണ്ടു. പിന്നെന്താ, വിച്ച് റിവോൾഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻ്റ് ആൻഡ് കൺട്രി. പല കൺട്രീസും കോണ്ടിനെൻസും അതിൽ കാണാൻ പറ്റി. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ് ഞങ്ങൾ പഠിച്ചു. ഡെലീഷ്യസ് ഫുഡ് ഞങ്ങൾ കഴിച്ചു. അതുപോലെ ലിറ്റിൽ നാപ്പ്, ഇടയ്ക്കൊക്കെ ചെറിയ ഉറക്കങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, പ്രണയം ഉണ്ടായി, പഠിപ്പുണ്ടായി. ഇതെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. പക്ഷെ എപ്പോഴും ഭയങ്കര സ്വീറ്റായിട്ട്, അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ മൂടി നിൽക്കുന്നതാണ് ക്ലൗഡഡ്. അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ മൂടലൊന്നുമില്ല, നല്ലൊരു ദിവസം. അപ്പോൾ എപ്പോഴും നല്ലൊരു ദിവസമായിട്ട്, സ്വീറ്റ് ദിവസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഡസ്റ്റ് ലാഡൻ എന്ന് പറഞ്ഞാൽ പൊടി നിറഞ്ഞ. വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, എന്നും നമുക്ക് ഒരുപോലെ നമ്മുടെ ജീവിതം പോവില്ല. ഇടയ്ക്കൊക്കെ ഓരോ കുഴപ്പങ്ങൾ, ചിലപ്പോൾ അസുഖങ്ങളായിട്ടോ, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ടോ, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടോ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചില ആക്സിഡൻറ്റ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻ്റ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഓരോന്നും നോക്കിക്കാണണം. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. കളിക്കുന്ന കാര്യം, മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന കാര്യം, ഈ കാര്യം
മാത്രമല്ല, റിവൽറിയസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹാട്രഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മത്സരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ സന്തോഷവും ഉണ്ടായിരിക്കും, വെറുപ്പും ഉണ്ടായിരിക്കും, ഹേറ്റ്രഡ്, അവിടെ വെറുപ്പും ഉണ്ടായിരിക്കും, അവിടെ നിന്ന് അത് തല്ലൂട്ടത്തിലേക്കും പോകും. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ ഷീ വുഡ് ഓഫൺ സ്കൗൾ ഓർ സ്കോൾഡ്. സ്കൗൾ ഓർ സ്കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ പുച്ഛിക്കും, ചിലപ്പോൾ ശകാരിക്കും. ആരാ? പെൺകുട്ടികൾ. ചില സമയത്ത് അവർക്ക് ഇങ്ങനെ മൂഡ് സ്വിങ് ഒക്കെ വരും. അപ്പോൾ അവർ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. പെട്ടെന്ന് ബെല്ലടിച്ചു, ആ ഒരു ദിവസം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവേർഡ് ദ ഗേറ്റ്. ത്രോങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജനക്കൂട്ടം എന്നാ പറയുക. അപ്പോൾ ഇവിടെ കുട്ടികളുടെ കൂട്ടം അവരെന്ത് ചെയ്തു, ഗേറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ റഷ് ചെയ്തു. കാരണം ക്ലാസ് കഴിഞ്ഞുല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ പാരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ, അതുപോലെ അവരുടെ വെഹിക്കിളിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഓടുമായിരിക്കും. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. ഐ ബേഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട് ആൻഡ് പാസ് ത്രൂ ദ ഗേറ്റ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഫെയർവെൽ പറയുന്നത് വെച്ചാൽ യാത്ര പറഞ്ഞു, അതുപോലെ എൻ്റെ സ്വീറ്റ് ഹാർട്ടിനോടും. അപ്പോൾ ആ സ്വീറ്റ് ഹാർട്ട് ആയിരിക്കും, ലവേഴ്സൊക്കെ ആയിരിക്കാം, അവരോടൊക്കെ യാത്ര പറഞ്ഞു ഗേറ്റിൻ്റെ അവിടേക്ക് വന്നു. ഐ പിയേർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ, രൂപം. നമ്മൾ ട്രേസ് ചെയ്യില്ലേ, ഒരെണ്ണം നോക്കി ഒരെണ്ണം വരയ്ക്കുക. അപ്പോൾ അച്ഛൻ്റെ ഒരു പൊടി പോലും അവിടെ കാണാനില്ല. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദർ, അവിടെ ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്ത ആളായിരുന്നു കേട്ടോ. ഇനി ഐ സ്റ്റെപ്ഡ് അസൈഡ് ടു വെയിറ്റ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിതൗട്ട് അവൈൽ ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അച്ഛനെ കാണണ്ടായപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആഫ്റ്റർ ഐ അവൈൽ എന്ന് പറഞ്ഞാൽ എന്താ, പ്രയോജനപ്പെടുത്തുക. അവിടെ നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ലയെന്ന് മനസ്സിലായി. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൻ എ ഫ്യൂ സ്റ്റെപ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. കുറച്ച് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം, ഈ വരികളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. കുറച്ച് നടക്കുമ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് മാൻ, ഒരു എന്താ പറയുക മിതപ്രായമായിട്ടുള്ള ഒരാൾ വന്നു. ആൻഡ് റിയലൈസ്ഡ് അറ്റ് വൺസ് ദറ്റ് ഐ ന്യൂ ഹിം. എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് എപ്പോഴും അദ്ദേഹത്തെ അറിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഹീ കെയിം ടുവേർഡ്സ് മീ സ്മൈലിംഗ് ആൻഡ് ഷൂക്ക് മീ ബൈ ദ ഹാൻഡ് സെയിങ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു. അപ്പോൾ നമ്മൾ അവസാനം കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായിരിക്കുന്നു, ഇങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കുട്ടി എന്ന് പറയുന്നത് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകുമ്പോൾ പുതിയ സ്കൂളാണ് ആ കുട്ടി ആദ്യമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പഠിക്കുന്ന കുട്ടിക്ക് ഈ പ്രായമായിട്ടുള്ള മനുഷ്യനെ ഒരുപാട് കാലം മുമ്പ് അറിയോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയം ആ കുട്ടീനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോയ ആ കുട്ടിയുടെ വയസ്സും ഇപ്പോഴത്തെ വയസ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആ കുട്ടി വലുതായി മുതിർന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. With a nod of my head, I agreed with him and in turn asked, and you, how are you? എന്നിട്ട് തിരിച്ച് കൈയൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. As you can see, not all the good with Almighty praised. Almighty എന്ന് പറഞ്ഞാൽ സർവശക്തൻ, praised പ്രശംസിക്കുക. എല്ലാം അത്ര നല്ലതല്ല, നല്ലതായിട്ടല്ല പോകുന്നു, പക്ഷേ സർവശക്തൻ എന്താ, അനുഗ്രഹിക്കട്ടെ. praised എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, അനുഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥം. അഗെയിൻ ഹി ഷൂക്ക് മേ ബി ദ ഹാൻഡ് ആൻഡ് വെൻഡ് ഓഫ്. വീണ്ടും അവർ ഷെയ്ക്കാൻ്റെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഐ പ്രൊസീഡഡ് ഐ ഫ്യൂ സ്റ്റെപ്പ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടഡ് ഹാൾട്ട്. ഹാൾട്ട് എന്ന് പറഞ്ഞത് നിർത്തി. കുറച്ച് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ഞാനവിടെ ഹാൾട്ട് ചെയ്തു, ഞാനവിടെ നിർത്തി. ഗുഡ് ലാർഡ്, വൂർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻ. അപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ലൈൻഡ് ഗാർഡൻ കുട്ടി നടന്നു പോകുമ്പോൾ കണ്ടിരുന്നല്ലോ. ഇപ്പോൾ എവിടെയാണ് ആ ഒരു ഗാർഡൻ? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ്? എവിടെയാണ് അത് കാണാതായി പോയത്? വെൻ ഡിഡ് ഓൾ ദ വെഹിക്കിൾസ് ഇൻവൈഡ് ഇറ്റ്? എപ്പോഴാണ് ഇത്രയും വെഹിക്കിൾസ് ഇവിടെ വന്നത്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദിസ് ഹോർട്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ദ സർഫസ്? എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത്? ഹോർഡ് എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ. ഹൗ ഡിഡ് ദിസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കെയിം ടു ഓവർ ദിസ് സ്ലൈഡ് ആൻഡ് വേർ ദ ഫീൽഡ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കേൾക്കുക കേട്ടോ. കാരണം നമുക്ക് ഓൺലൈനിൽ ഇങ്ങനത്തെ പോർഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കറക്റ്റായിട്ട് ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് നിങ്ങളുടെ പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേഗം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, ഇല്ലാത്തവർ കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ ഗാർഡൻസിനെയൊക്കെ കണ്ടു, അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളെയൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുള്ളത്, അവരുടെ വീടുകളുള്ളത്. ഹൈ ബിൽഡിംഗ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സർജ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സ് ഷുക്ക് ദ എയർ. മൊത്തത്തിലൊരു ഡിസ്റ്റർബിംഗ് നോയ്സ് എന്ന് പറഞ്ഞാൽ ആകെ ബഹളം. ആ ഒരു വില്ലേജ് പോലെയുള്ള അല്ലെങ്കിൽ ഗാർഡൻസ് അതൊക്കെ മാറി വലിയ വലിയ ബിൽഡിംഗ് ആയി. ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് എ സർക്കസ് വിത്ത് ക്ലൗൺസ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അവിടെ എന്ത് ചെയ്തു, ഒരു ബാൻഡ് ആൾക്കാർ കുറേ ജോക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ കുറച്ച് ട്രക്സൊക്കെ ഇവരുടെ സാധനങ്ങളായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഒരു ട്രൂപ്സ് ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈന്യങ്ങൾ ഇങ്ങനെ ഇഴയുക എന്ന് പറഞ്ഞാൽ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചിട്ടായിരിക്കാൻ പോകുന്നുണ്ടാവുക.
The siren of fire engine shrieked and it was not clear how the vehicle would cleave its way to reach the blazing. ഷ്രീക്ഡ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, ക്ലീവ് എന്ന് പറഞ്ഞാൽ എന്താ പകുക്കുക, പകുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാക്കുക. അപ്പോൾ ഒരു ഫയർ എഞ്ചിൻ്റെ ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, അതിങ്ങനെ നിലവിളിച്ച് പോകുന്നുണ്ട്. ഫയർ എഞ്ചിൻ പോകുന്നത് എപ്പോഴും എന്തെങ്കിലും തീപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. എവിടെയാണോ ആ ഫയർ ഇങ്ങനെ കിടന്ന് കത്തിയ ആളുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഓടുമായിരിക്കാം. എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. അങ്ങനെ പോകുമ്പോഴാണ് ഇതാ അവിടെ ഒരു ടാക്സി ഡ്രൈവറും ആ പാസഞ്ചറും കൂടി നല്ല അടി, പാസഞ്ചറിൻ്റെ വൈഫും കൂടി നല്ല അടി. ഫോർ നോ ഹെൽപ്പ് ആൻഡ് നോ വൺ. എ ബാറ്റിൽ റാഗ്ഡ് വിത്ത് ടാക്സി ഡ്രൈവറും പാസഞ്ചറും നല്ലടി. പാസഞ്ചേഴ്സിൻ്റെ വൈഫ് അവിടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് കേഴുന്നുണ്ട്. ഒരാളും അതിന് തിരിച്ചു മറുപടി പറയുന്നില്ല. അപ്പോൾ ഈ കുട്ടി പറയുന്നത്, ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്, മൈ ഹെഡ് സ്പൺ. എനിക്കിതൊക്കെ കേട്ട് തല കറങ്ങുക എന്ന് പറയാം. കാരണം എന്താ, അവൻ പോകുമ്പോൾ നിശബ്ദമായിരുന്ന ഏരിയയിൽ ഇപ്പം മൊത്തം ശബ്ദമാണ്. ഐ ഓൾമോസ്റ്റ് വെരി ക്രേസി, ഹൗ കുഡ് ഓൾ ദിസ് ഹാപ്പൻ ഹാഫ് എ ഡേ. അപ്പോൾ പറയാണ്, എങ്ങനെയാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പകുതി, ഇത്ര സമയമായിട്ടുള്ളൂ, ഇതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, ഈ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമോ? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഇതിൻ്റെ ആൻസർ എനിക്ക് അച്ഛനോട് പോയിട്ട് ചോദിക്കണം. ബട്ട് വേർ വാസ് മൈ ഹോം. പക്ഷെ എൻ്റെ വീട് എവിടെയാണ്? ഐ കുഡ് സീ ഓൺലി ടാൾ ബിൽഡിംഗ് ആൻഡ് ഹോട്ട്സ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആൾക്കാരെയും വലിയ വലിയ ബിൽഡിങ്ങിനെയും മാത്രമേ എനിക്ക് കാണാറുള്ളൂ. എൻ്റെ വീട് എവിടെയായിരിക്കും? ഇതിൽ എ ബാറ്റിൽ റാഗ്ഡ് എന്ന് പറയുന്നുണ്ട്. റാഗ്ഡ് എന്ന് പറഞ്ഞാൽ കോപം കൊണ്ടലറുക, രണ്ടാളും ദേഷ്യത്തിൽ തല്ലൂടില്ലേ, അതിനെയാണ് പറയുന്നത്. ഐ ഹാസ്റ്റൻഡ് ഓൺ ടു ദ ക്രോസ് ബോർഡ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുക്കോണ്ട. അബുക്കോട എന്ന് പറയുന്നത്, അബുക്കോട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അപ്പോൾ ആ ഒരു ഗാർഡൻ്റെയും അബുക്കോടയുടെയും അവിടെ എന്താണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, ക്രോസ് റോഡ് ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ, ധൃതി കൂട്ടുന്നുണ്ട്. ഐ ഹാഡ് ടു ക്രോസ് അബുക്കോട ടു റീച്ച് മൈ ഹൗസ്. അതൊന്ന് അബുക്കോട ഒന്ന് ക്രോസ് ചെയ്താൽ മാത്രമേ എൻ്റെ വീട്ടിലേക്ക് എത്തുള്ളൂ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെഫ്റ്റ്. പക്ഷേ അവിടെ നിറച്ച് കാർസിൻ്റെ ഒരു നിര തന്നെ ഉണ്ട്. The fire engine siren with shrieking at full pitch as it moved to a snail's pace, and I said to myself, let the fire take its pleasure in what it consume. അപ്പോൾ ആ ഒരു ഫയർ എഞ്ചിന് പോലും പോകാൻ പറ്റുന്നില്ല, മെല്ലെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് എന്ത്, ആ ഒരു തീയെ സന്തോഷിക്കട്ടെ, തീ കത്തിരിയേണ്ടതൊക്കെ തീ അങ്ങ് എടുത്ത് കത്തിയിരിഞ്ഞോട്ടെ, അവനെയും സന്തോഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിൽ ഇത്രയും ദേഷ്യമുണ്ട്, വീട്ടിലേക്ക് കടക്കാൻ പറ്റുന്നില്ല, ഇത്രയും ബഹളങ്ങൾ, ഇതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് ആ ഇമോഷൻ്റെ പുറത്താണ് പറയുന്നത്. I wondered when I would be able to cross. I stood there a long time until the young lad employed at the ironing shop on the corner came me up to. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, കുറേ സമയം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിന്നു, ഞാൻ എങ്ങനെ ഇതൊന്ന് ക്രോസ് ചെയ്യും, എങ്ങനെ ഞാൻ വീട്ടിലെത്തും. അപ്പോൾ പിന്നീട് ആ ഒരു അയേണിങ് ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഒരു കുട്ടി, അവിടെ നിന്ന് പറയുന്നുണ്ട് കറക്റ്റ്, ഒരു ലാഡ് കുട്ടി വരുന്നുണ്ട്, യങ് ലാഡ്, ചെറുപ്പത്തിലൊരു ചെറിയ കുട്ടി വന്നിട്ട് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹീ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ധീരതയോടുകൂടി ധൈര്യത്തോടു കൂടി പറയുന്നുണ്ട്, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യുവർ ക്രോസ്, ഞാൻ അങ്ങോട്ട് കടത്തി തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ സ്റ്റോറി കഴിഞ്ഞു. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? തുടക്കത്തിലൊരു കുട്ടിയായിരുന്നു, അവസാനം ആ കുട്ടിയെ വിളിക്കുന്നത് എന്താണ്, ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഓരോ മൊമെൻറ്റ്സും ആ കുട്ടിയുടെ ലൈഫിൽ ആ കുട്ടി വലുതായി. ഒരു ദിവസത്തിൽ പകുതി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല പറഞ്ഞ്, ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ആ വന്ന സ്ഥലമല്ല, പോകുമ്പോൾ കണ്ട കാഴ്ചകൾ, വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടാകുന്നു, അവിടെ കണ്ട പല കാര്യങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരാളുടെ ലൈഫിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവസാനമാണ് നമുക്കത് മനസ്സിലാവുന്നത്, അതൊരു കുട്ടിയല്ല, കുട്ടി ഒരു ഗ്രാൻഡ് പേ ആയി മാറിയിരിക്കുന്നു എന്നുള്ളത്. ഒരു ജീവിതം മൊത്തം ഈ കഥയിലൂടെ ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പകുതി വെച്ചിട്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇതൊരു കുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്, പക്ഷേ ഒരു മിഡിൽ ഏജ്ഡ്, ഒരു മിതപ്രായനായിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് അവരുടെ സുഹൃത്തായിരിക്കാം, ആ കുട്ടിയുടെ ഏജ് അവിടെ വളർന്നു, അത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ് അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ തുടങ്ങിയത് കുട്ടിയിൽ നിന്നാണെങ്കിലും അവസാനിച്ചത് ആ കുട്ടി ഒരു ഗ്രാൻഡ് പേ ആയി മാറിയതിന് ശേഷം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരു കുട്ടി വരുന്നുണ്ട്. അവിടെയാണ് കഥ അവസാനിക്കുന്നത് കേട്ടോ. ഒരാളുടെ ജീവിതം ഒരു ദിവസത്തിൽ, ഒരു പകുതി ദിവസത്തിനുള്ളിൽ ഒരാളുടെ ലൈഫ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയം പോകുന്ന പോക്കും അവിടെ ഉണ്ടാവുന്ന സ്ഥലങ്ങളുടെ മാറ്റങ്ങളും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വിശദീകരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ണ് തുറന്ന് അടയ്ക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫ് തീർന്നുണ്ടായിരിക്കും, നമ്മുടെ പ്രായം കൂടിയുണ്ടായിരിക്കാം, ഓക്കെ, നമുക്ക് പേരക്കുട്ടികൾ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും. ആ ഓരോ കാര്യങ്ങളും സമയത്തിൻ്റെ മൂല്യം കൂടി അവർ ഇതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ എ ആണ്. My delight in my new clothes, however, was mixed. Why does the child have mixed feeling about his new clothes? പുതിയ ഡ്രസ്സ് കിട്ടിയപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു മിക്സഡ് ആയിട്ടുള്ള സന്തോഷമാണ്, സങ്കടവും സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ്?
വിയറിങ് എ ന്യൂ ഡ്രസ് ഈസ് ആൾവേസ് എ ഡിലൈറ്റ് തിങ് ഫോർ എ ചൈൽഡ്. ഒരു കുട്ടിക്ക് ഒരു പുതിയ ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം, സന്തോഷമുള്ള കാര്യമാണ്. ചിൽഡ്രൻ യൂസ് ടു വിയർ ന്യൂ ക്ലോത്ത്സ് ഓൺ ദ ബർത്ത്ഡേ ആൻഡ് എനി ഫീസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാൾ അങ്ങനെ വരുമ്പോഴോ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ അന്നൊക്കെയാണ് കുട്ടികൾ പുതിയ വസ്ത്രങ്ങൾ ഇടുക. ഹിയർ ഇറ്റ് ഈസ് എ മിക്സഡ് ഫീലിംഗ് ബിക്കോസ് ദാറ്റ് ഡേ വാസ് ഹിസ് ഫസ്റ്റ് ഡേ ഓൺ സ്കൂൾ. ഇവിടെ ഒരു മിക്സഡ് ഫീലിംഗ് ആവാനുള്ള കാരണം അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ. അതുകൊണ്ട് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ ഇൻട്രസ്റ്റഡ് അല്ല. സോ ഹി ഈസ് സാഡ്. അതുകൊണ്ട് അവന് വിഷമമുണ്ട്. ആൻഡ് ഹാപ്പി ഫോർ വിയറിങ് എ ന്യൂ ഡ്രസ്. പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സന്തോഷമുണ്ട്. അതുകൊണ്ട് മിക്സഡ് ഫീലിങ്സ് ആയി. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ. അമ്മയിൽ നിന്ന് എന്ത് സഹായമാണ് കുട്ടി പ്രതീക്ഷിച്ചത്? ഹി എക്സ്പെക്ട് എ റിട്ടേൺ കോൾ ഫ്രം ഹിസ് മദർ. അമ്മ തിരിച്ച് വിളിക്കും എന്നാണ് കുട്ടി പ്രതീക്ഷിച്ചത്. ബിക്കോസ് ഹിസ് മം ആൻഡ് ഹോം ആർ മോസ്റ്റ് ഇൻറ്റിമേറ്റ് തിങ്സ്. അമ്മയും അതുപോലെ തന്നെ വീടും ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ട് അടുത്ത രണ്ട് കാര്യങ്ങളാണ്. സോ ഹി നീഡ് ടു ഗോ ബാക്ക് ടു നിയർ ഹിസ് മം. അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. ആൻഡ് സ്പെൻഡ് ഹിസ് ലൈഫ് വിത്തിൻ ദ ഹോം. അതുമാത്രമല്ല വീട്ടിലെ അവൻ്റെ ബാക്കിയുള്ള ജീവിതം അവന് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. നെക്സ്റ്റ് ഈസ് ഈ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ദ സൈറ്റ്സ് ഓൺ ദ വേ ടു സ്കൂൾ? ഡിസ്ക്രൈബ് ദ സൈറ്റ്സ് യു സീ ഓൺ യുവർ വേ ടു സ്കൂൾ. ആ സ്കൂളിലേക്കുള്ള യാത്രയിലെ കാഴ്ചകൾ എങ്ങനെയാണ് നമ്മുടെ ഓഥർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അപ്പോൾ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ആ ഒരു സ്ട്രീറ്റ് അതിൽ രണ്ട് സൈഡ്സിലും ഗാർഡൻസ് ഉണ്ട്. വേർ എക്സ്റ്റെൻസീവ് ഫീൽഡ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. പല വെറൈറ്റി ഓഫ് ക്രോപ്സ് ഉണ്ട്. പ്രിക്കിലി പിയേഴ്സ്, മുള്ളുള്ള ചെടികളുണ്ട്. ഹെന്ന ട്രീസ്, മൈലാഞ്ചി ചെടികളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പനകൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ പനയിലും അങ്ങനെ കുറച്ച് മരങ്ങളും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂൾസ് ആർ നോട്ട് പണിഷ്മെൻറ്റ്, ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഗിവ് റീസൺ. സ്കൂൾസ് പണിഷ്മെൻ്റ് അല്ല, അത് കുട്ടികളെ എന്താണ് നല്ലൊരു മനുഷ്യരാക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണ്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, ഐ എഗ്രി. സ്കൂൾ ഈസ് അവർ സെക്കൻഡ് ഹോം. ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ വീടാണ്. വി ആർ സ്പെൻഡിങ് അവർ ഹാഫ് ഓഫ് ലൈഫ് ഇൻ സ്കൂൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിയും നമ്മൾ ഒരു സ്കൂളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദി ടീച്ചേഴ്സ് ഫണ്ടമെൻ്റൽ തിങ്സ് ദാറ്റ് എ ചൈൽഡ് നീഡ് ടു മോൾഡ് ദെയർ ക്യാരക്ടർ. ഒരു കുട്ടിയുടെ സ്വഭാവ ഗുണങ്ങൾ മോൾഡ് ചെയ്യാനുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പണിഷ്മെൻ്റ് അല്ല, അതൊരു കുട്ടിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്കുള്ള യാത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്? അപ്പോൾ ആ ഒരു കുട്ടിക്ക് സ്കൂൾ എന്ന് പറയുന്നത് ആ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ കുട്ടിക്ക് സ്കൂൾ ഒരു കോട്ടയായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ കോട്ടയായിട്ട് തോന്നാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് തോന്നുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് എഴുതിയാൽ മതി. ഇറ്റ് ലുക്ക് ലൈക്ക് എ ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്. ഒരു വലിയ ചുമരുകളുള്ള ഒരു കോട്ടയായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റേൺ ആൻഡ് ദ ഗ്രിം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ശകാരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര കഠിനമായ ഒരുപാട് നമ്മൾ പറയാം റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിയമങ്ങളുള്ള ഒരു സ്ഥലമായിട്ട്, കർശനം. അതാണ് സ്റ്റേൺ ആൻഡ് ഗ്രിം. ഞാൻ അർത്ഥങ്ങളൊക്കെ നമ്മുടെ ചാപ്റ്റർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. അത്രയും കർശനമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ ദ നറേറ്റർ റീച്ചസ് ദ സ്കൂൾ? സ്കൂളിൽ നറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയാണ്. ആ കുട്ടി അവിടെ സ്കൂളിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? നറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ ആ സ്റ്റോറി പറയുന്നത് അയാളെയാണ് പറയുന്നത് കേട്ടോ. സ്കൂളിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വെൻ ഹി റീച്ച്ഡ് ദ സ്കൂൾ ഹി കുഡ് സീ ദ കോർട്ട്യാർഡ് വെസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഇത് ടെക്സ്റ്റിലുള്ള അതേ ലൈൻസ് തന്നെയാണ്. സ്കൂളിലെത്തിയപ്പോൾ അവിടെ വലിയൊരു മുറ്റം കണ്ടു. അതുപോലെ തന്നെ ഒരു കൂട്ടം കുട്ടികൾ തിക്കിത്തിരകി പോകുന്നതും കണ്ടു. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ വുമൺസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമ്മേഴ്സ്? അവിടെ കുറച്ച് ലേഡി വന്നു. ഞാൻ പറഞ്ഞു സ്കൂളിൻ്റെ അതോറിറ്റീസ് ആയിരിക്കാം, സ്റ്റാഫുകളായിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അവർ പുതിയ കുട്ടികൾക്ക് കുറച്ച് വാക്കുകൾ പറഞ്ഞു. അത് എങ്ങനെയാണ് അവരിലേക്ക് എഫക്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഹിയർ ന്യൂ കമ്മേഴ്സ് ആർ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർ, ന്യൂ കമ്മേഴ്സ്. ദേ ഹാവ് ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി. പലർക്കും പല ചിന്തകളായിരിക്കും. ചിൽഡ്രൻസ് വേർ വെരി ഇൻറ്റിമേറ്റ് ടു ദെയർ ഫാമിലി ഇൻ ദെയർ ഏജ്. അവരുടെ ആ ഒരു പ്രായത്തിൽ അവർക്ക് അമ്മേനെയും ബാക്കി വീട്ടുകാരെയും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവരോട് ഭയങ്കര ഒരു ഇൻറ്റിമേഷൻ, അടുപ്പം ഉണ്ടാവും. ഹിയർ സ്കൂൾ അതോറിറ്റി വേർഡ്സ് ബിക്കം എ സ്ട്രെസ് റിലീഫ് ടു ചിൽഡ്രൻ. കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ വീടാണ്, നിങ്ങളുടെ അമ്മയും അച്ഛനാണ് ഇവിടെയുള്ളവർ, നിങ്ങൾക്ക് ഇവിടെയുണ്ട് അമ്മയും അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ സ്ട്രെസ് ഒന്ന് റിലീഫ് ആവണ പോലെ തോന്നും. നെക്സ്റ്റ് വൺ. ഹൗ ഡസ് ദ നറേറ്റേഴ്സ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ചേഞ്ച് വെൻ ഹി ബിഗിൻസ് ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ?
പെർസെപ്ഷൻ, കാഴ്ചപ്പാട്. ആ ഒരു നരേറ്ററിന് കുട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു സ്കൂളിനെ പറ്റിയിട്ട്. അത് പിന്നീട് അവിടുന്ന് കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ മാറി. അപ്പോൾ അതെങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹിസ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ വാസ് ചേഞ്ച്ഡ്. ഹി കൺസിഡർ സ്കൂൾ ആസ് എ പ്ലേസ് ഫോർ പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റിനുള്ള എന്തോ ഒരു സ്ഥലമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയോ, നിങ്ങൾ എന്നോട് കൊടുന്നിടാനൊക്കെ ചോദിക്കുന്നുണ്ട്. ഗ്രാജുവലി റിയലൈസ്ഡ്, പിന്നീട് തുടരെ തുടരെ റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി, ദറ്റ് ഫാദർ സബ്മിറ്റഡ് ഹിം ടു ദ സ്കൂൾ. ദിസ് സബ്മിഷൻ ബ്രോട്ട് എ ലോട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. ഹി മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ലവ് വിത്ത് ഗേൾസ്. നൗ ഹി അണ്ടർസ്റ്റുഡ് ഹിസ് തോട്ട്സ് ഹാഡ് നോ ബേസിസ്. തൻ്റെ ചിന്തകൾക്ക്, പണിഷ്മെൻറ്റിനാണ് സ്കൂളിൽ വിടാന്നുള്ള ചിന്തകൾക്ക് ഒരു അർത്ഥവും ഇല്ല എന്ന്. നോ ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനവും ഇല്ല, ഒരു അർത്ഥവും ഇല്ല എന്ന് മനസ്സിലായി. അവിടെ പോയി അവൻ ആൺകുട്ടികൾ ഫ്രണ്ട്സായി കിട്ടി, പിന്നെ ഗേൾസിൽ എന്താ ലവേഴ്സൊക്കെ ആയിട്ട് കിട്ടി. അങ്ങനെ അവൻ അവിടെ സെറ്റായി. സബ്മിഷൻ ബ്രോട്ട് എ ലോട്ട് ഓഫ് കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തനായി. അപ്പോൾ സ്കൂളിലേക്ക് വന്നേ പിന്നെ ഗ്രാജുവലി അവൻ സംതൃപ്തനായിട്ട് മാറി, എല്ലാത്തിലും സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടെത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ റിച്ച് വെറൈറ്റി? ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ലേ. എന്താണ് ഈ വെറൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിയർ നറേറ്റർ കൺസിഡർ സ്കൂൾ എസ് എ അല്ല കേട്ടോ, സ്കൂൾ വാസ് എ പ്ലേസ് എന്ന പ്ലീസ് അവിടെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോളോ. ഹിയർ നറേറ്റർ കൺസിഡർ സ്കൂൾ ആസ് എ place for punishment, but he found an intimate relationship with school staff and got new friends and some sweetheart. പക്ഷേ സ്കൂളിലെ സ്റ്റാഫ് ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വന്നു, അതുപോലെ ഫ്രണ്ട്സായിട്ട്, അതുപോലെ സ്വീറ്റ് ഹാർട്ട് ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഓക്കെ. ദി ഫൗണ്ട് ദ ഗ്ലോബ് ഓഫ് എർത്ത്. അതുമാത്രമല്ല അവിടെ ചെന്നേ പിന്നെ അവർ എർത്ത് ഒരു ഗ്ലോബ് കണ്ടു, അവിടെ കുറേ കോണ്ടിനെൻസ് ഒക്കെ കണ്ടു, പുതിയ ലാംഗ്വേജസ് പഠിച്ചു, നമ്പേഴ്സ് പഠിച്ചു, ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങി, നല്ല ഇഷ്ടമുള്ള ഡെലീഷ്യസ് സ്വാദുള്ള ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ ന്യൂ എക്സ്പീരിയൻസാണ്. ന്യൂ എക്സ്പീരിയൻസ് ഫോർ ഹിം ആൻഡ് ഹാഡ് വെറൈറ്റി ഫ്രം സ്കൂൾ. അപ്പോൾ ഇതൊക്കെയാണ് അവനെ സ്കൂളിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ബിഗിനിങ് ദ നറേറ്റർ യൂസ് ഐ ടു റെഫർ ടു ഹിംസെൽഫ്. ലേറ്റർ ഇറ്റ് ചേഞ്ചസ് ടു വി. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ ഫോർ ദ ഷിഫ്റ്റ്? തുടക്കത്തിലെ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, പിന്നീട് അത് ഞങ്ങളിലേക്ക് എത്തി, വി എന്നതിലേക്ക് എത്തി. സോ അതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? അവൻ നറേറ്റർ റീച്ച് ദ സ്കൂൾ അലോൺ, ബട്ട് ആഫ്റ്റർ മിംഗ്ലിംഗ് വിത്ത് അതർ സ്റ്റുഡൻറ്റ് ഹി ഫോർഗട്ട് അബൌട്ട് ഹിസ് ലോൺലിനെസ്. വന്നത് ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് എന്ന് പറഞ്ഞു. ഇനി അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്തപ്പോൾ അവൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ മറന്നു, അവൻ ഒറ്റയ്ക്ക് വന്നെന്നുള്ളത് മറന്നു. ആൻഡ് ഗോട്ട് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് സം സ്വീറ്റ് ഹാർട്ട്. കുറച്ച് നല്ല ഫ്രണ്ട്സിനും കിട്ടി, ചില സ്വീറ്റ് ഹാർട്ട്സിനൊക്കെ കിട്ടി. അതുകൊണ്ട് സോ ലോൺലിനെസ് ഫ്രം ഐ ചേഞ്ച്ഡ് ടു ഗ്യാതേർനെസ് ഓഫ് വി. ഒറ്റപ്പെടൽ എന്ന ഐയിൽ നിന്ന് ഒത്തുകൂടൽ എന്ന വിയിലേക്ക് മാറി. എല്ലാവരും ഒത്തുകൂടുമ്പോഴാണല്ലോ ഗ്യാതർനെസ് എന്ന് പറയുന്നത്, വിയിലേക്ക് മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ചാലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ദ നറേറ്റർ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ? എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്, വെല്ലുവിളികളാണ് ഉണ്ടായത്, എന്തൊക്കെ പ്രയാസങ്ങളാണ് സ്കൂളിൽ നിന്ന് ഉണ്ടായത് നറേറ്റർക്ക്? ദേ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. നമ്മൾ പറഞ്ഞ എപ്പോഴും നല്ല സ്വീറ്റായിട്ട്, അൺക്ലൗഡഡ്, ക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മോഡൽ മഞ്ഞിരിക്കുക. അൺക്ലൗഡഡ് എന്ന് വെച്ചാൽ ഒരു നല്ല ദിവസം. അപ്പോൾ ഇന്നും നല്ല ദിവസം, നല്ല സ്വീറ്റായിട്ടൊന്നും ഇരിക്കുന്നില്ല. ഡസ്റ്റ് ആൻഡ് ലാഡ് ആൻഡ് വിൻസ്, നമ്മൾ പറയില്ലേ നല്ല കൊടുങ്കാറ്റ് വീശണ പോലെ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാവും, പിന്നെ നമ്മൾ ഉയരും, നമ്മൾ വിജയിക്കും, നമ്മൾ തോൽക്കും, ഇതൊക്കെ ഉണ്ടാവും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡസ്റ്റ് ലാഡ് ആൻഡ് വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ. എന്തെങ്കിലും തോൽവികൾ, അതാണ് അവർ ആക്സിഡൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കാം. സഡൻലി സോ ദേ ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. നമ്മൾ ഓരോ കാഴ്ചകളിലും സൂക്ഷിച്ച് നിരീക്ഷിച്ച് പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടി ഇരിക്കണം. റിവാൽറിയസ് എന്ന് പറഞ്ഞാൽ എന്താ, മത്സരങ്ങളുണ്ടാവും. കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹാട്രഡ്. വേദനകളുണ്ടാവും തോൽക്കുമ്പോൾ. അതുമാത്രമല്ല ഇനി നമ്മൾ ജയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീംസിന് എന്ത് തോന്നും, നമുക്ക് ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളോട് അവർ വെറുക്കും. ആൻഡ് ഗിവൻ റൈസ് ടു ഫൈറ്റിംഗ്, അങ്ങനെ അവിടെ തല്ലുണ്ടാവും. ഇതൊക്കെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ദ മൂഡ് സ്വിങ്സ് ഓഫ് വുമൺ വേർ സംവാട്ട് ത്രെട്ടനിങ്. പക്ഷേ ഇനി ഇതിൻ്റെ ഇടയിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും പെട്ടെന്ന്. അപ്പോൾ അത് ഒരു ഭീഷണിയാണ് എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് പറയാം. കാരണം ഫൈറ്റ് ഉണ്ടാവും, മത്സരങ്ങൾ വരും, തോൽക്കും ജയിക്കും, വിഷമം ഉണ്ടാവും, ഇതൊക്കെ അതിലൂടെ കഴിഞ്ഞു പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. How are you? Who says this? How does this encounter help the narrator understand the changes around him? അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരുപാട് കാലമായി കണ്ടിട്ട്, നീ എന്താണ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ സഹായിച്ചു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Few steps to return home, a middle-aged man passed by. He said these words.
വേർഡ്സ് ഹാവ് എ ഇന്നർ മീനിങ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മധ്യവയസ്കൻ വന്ന് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? അപ്പോൾ മിഡിൽ ഏജ്ഡ് മാനാണ് ചോദിച്ചത്. ഇനി ഈ ഒരു വേർഡിന് കുറേ ഇന്നർ മീനിങ് ഉണ്ട്, ഉൾ അർത്ഥങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കൺവേഴ്സേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് എ മിഡിൽ ഏജ്ഡ് മാൻ. ഇത് ഒരു കുട്ടിയും അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയും മിഡിൽ ഏജ്ഡ് ആ പ്രായമായ മനുഷ്യനും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ല. കാരണം ആൾ പറയുന്നത് ഒരുപാട് വർഷമായാലും നമ്മൾ കണ്ടിട്ടുന്ന കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് വർഷം മുമ്പുള്ള ആളെ കാണോ? ഇല്ല. ബട്ട് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടി തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയായിട്ടല്ല വരുന്നത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ വിഷമങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ഇടയിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ കുട്ടിയും ഒരു മധ്യവയസ്കനായി ഉണ്ടായിരുന്നു. ആ കുട്ടി മീറ്റ് ചെയ്ത ആ കുട്ടിയുടെ ഫ്രണ്ടിനെയാണ്. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള സംസാരമായിരുന്നു അത്. ഹിയർ ദ ഇന്നർ മീനിങ് ഇസ് ദ സ്റ്റോറി ഹാസ് ഗോൺ ഫോർവേഡ്. ആ ഒരു സ്റ്റോറി ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുന്നു. ഇറ്റ് മീൻസ് ഇറ്റ്സ് ഹാപ്പനിങ് നോട്ട് ഓൺ ദ സെയിം ഡേ വേർ ദ നരേറ്റർ ലെഫ്റ്റ് ഓൺ സ്കൂൾ. എന്നാണോ ആ നരേറ്ററിനെ സ്കൂളിൽ അവിടെ അച്ഛൻ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ അവിടെ കൊടുത്തത്, അവിടെ നമ്മൾ ജോയിൻ ചെയ്ത് അന്നത്തെ ദിവസത്തെ കാര്യമല്ല. അവിടുന്ന് കുറേ മുന്നോട്ട് കഥ പോയിരിക്കുന്നു. ബട്ട് ആഫ്റ്റർ ഹി ബിക്കംസ് എ മിഡിൽ ഏജ്ഡ് മാൻ ആൻഡ് നൗ ഹി ഈസ് മീറ്റിംഗ് ഹിസ് ഫ്രണ്ട് ആഫ്റ്റർ ലോങ് ടൈം. ഒരുപാട് നാൾക്ക് ശേഷം അവനും ഇതുപോലെ മധ്യവയസ്കനായപ്പോൾ മീറ്റ് ചെയ്തതാണ്. ദ വി ക്യാൻ സീ ദ ഗാർഡൻസ് ആർ ഡിസപ്പിയർഡ്. ഇനി ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം ഗാർഡൻസ് ഇല്ല. ആൻഡ് ഹ്യൂജ് ബിൽഡിങ്സ് ആർ അറൗണ്ട്. ദോസ് ഹി ഹാസ് അപ്പ് ദ റിയാലിറ്റി. അങ്ങനെ കാണുന്ന കാഴ്ചകളിലൊക്കെ മാറ്റങ്ങളാണ്. മുമ്പ് കണ്ടിരുന്ന ഗാർഡൻസ് ഇല്ലേ, അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വന്നു. അപ്പോൾ അവന് റിയാലിറ്റി മനസ്സിലായി. ഞാനിപ്പോഴും ആ ചെറുപ്പകാലത്തല്ല, ഞാനിപ്പോൾ ഒരുപാട് കാലം നീങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി പഠിക്കണം എന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതി പഠിക്കുക കേട്ടോ. കാരണം നമുക്ക് പുറമെന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂ സിലബസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞിരിക്കണം. മെല്ലെ മെല്ലെ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വരും. കംപ്ലീറ്റ്ലി നമുക്ക് 100% ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്തി നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾ ആരും വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഇമോഷൻസ് ആൻഡ് തോട്ട് റൺ ത്രൂ ദ നരേറ്റേഴ്സ് മൈൻഡ് ആൻഡ് ഹി ട്രൈസ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. എന്തൊക്കെ ഇമോഷൻസ് ആണ് മൈൻഡിലൂടെ കടന്നുപോയി, എന്തൊക്കെയാണ് ചിന്തിച്ചതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അത് തന്നെ എഴുതി വയ്ക്കുക. വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻ. എവിടെയാണ് ആ സ്ട്രീറ്റ് ഇങ്ങനെ ലൈൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റുള്ള ഗാർഡൻസ്, അതിൻ്റെ അപ്പുറത്തും ഗാർഡൻസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാ? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു. എവിടേക്കാണ് അത് മാഞ്ഞു പോയത്? വെൻ ഡിഡ് ഓൾ ദിസ് വെഹിക്കിൾസ് ഇൻവൈഡ് ഇറ്റ്. എപ്പോഴാണ് ഇത്രയധികം വെഹിക്കിൾസ് ഇവിടെ വന്നത്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദിസ് ഹോട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി കെയിം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫസ്. ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ഇത്രയും ആൾക്കൂട്ടങ്ങൾ, ഇത്രയും ഹ്യൂമാൻസ് എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഹൗ ഡിഡ് ദിസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ കണ്ടു, അതൊക്കെ എങ്ങനെയാണ് വന്നത്? ആൻഡ് വേർ ദ ഫീൽഡ്സ് ആൻഡ് ബോർഡേർഡ് ഇറ്റ്. ഇനി ഇവിടെ ഉണ്ടായിരുന്ന പാടങ്ങളുണ്ടെന്ന് പറഞ്ഞു, ക്രോപ്സിൻ്റെ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു പാംസ്, പനകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ എവിടെയായെന്ന് മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആ ഇമോഷൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Does the story about a half a day or almost a whole life give reason to support your answer? ഇത് ഒരു ദിവസത്തിൻ്റെ ഹാഫ് ഡേനെ കുറിച്ചിട്ടാണോ അതോ ഒരു കംപ്ലീറ്റ് ജീവിതത്തിനെ കുറിച്ചിട്ടാണോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഒരുപാട് വിശദീകരിച്ചിട്ട് എഴുതേണ്ട, കാരണം ഇനിയും ഇതിൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ എന്തായാലും മിഡ് ടേം എക്സാം ഒക്കെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മോഡൽസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, അപ്പം നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു സമ്മറി പഠിച്ചു വയ്ക്കാം. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ച് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ എന്ന് നോക്കാം. ഇതൊരു ഹാഫ് ഡേ സ്റ്റോറി ആണോ? വി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് നോട്ട് എ ഹാഫ് എ ഡേ സ്റ്റോറി അറ്റ് ദ എൻഡ്. അവസാനം നമുക്ക് മനസ്സിലാവും ഇതൊരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു പകുതി ദിവസത്തെ സ്റ്റോറി അല്ല. It describe about almost a whole life story because while starting the story it's about a small children. ഇതൊരു വലിയ ഒരു ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ് ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് ജീവിതത്തിൻ്റെ ഒരു സ്റ്റോറിയാണ്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റോറി ഒരു കുട്ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എൻഡഡ് വിത്ത് ദ ഗ്രാൻഡ് ഫാദർ ഹൂ സീക്സ് ഹെൽപ്പ് ഫ്രം എ ചൈൽഡ്. ഇനി അവസാനിക്കുന്നത് ആ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കാൻ പറ്റാണ്ട് ഒരു കുട്ടിയുടെ സഹായം കിട്ടുന്ന ഒരു ഗ്രാൻഡ് ഫാദറിനെ കാണുന്നത്. അപ്പോൾ ഒരു ലൈഫ് ടൈം ആയി അവിടെ. While returning to home in the side of road, he found a middle-aged man. ഇനി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ചില സന്ദർഭങ്ങൾ എടുത്ത് പറയാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, അത് നിങ്ങൾക്ക് അറിയണം. വീട്ടിലേക്ക് പോകുമ്പോൾ
ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സണെ കണ്ടു. ആ ഒരു കമ്മ്യൂണിക്കേഷനിലെ വൈൽ കമ്മ്യൂണിക്കേഷൻ ദ മാൻ ആസ്ക്ഡ് ഹിം ആഫ്റ്റർ എ ലോങ് ടൈം ദേ ആർ മീറ്റിംഗ് നൗ ലൈക്ക് ദിസ്. ആൾ പറയുന്നുണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ താങ്കളെ ഇങ്ങനെ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. സോ വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടൈം ഹാഡ് മൂവ്ഡ് എ ലോട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുട്ടി, ആ പഠിക്കാൻ വന്നിരുന്ന കുട്ടിയല്ല, ഒരുപാട് സമയം മാറി. After that, he noticed that all the street had changed and new buildings are arrived. It is the sign of the time had changed. പിന്നെ അവൻ നോട്ടീസ് ചെയ്ത കാര്യം, ആ ഒരു സ്ട്രീറ്റ് മൊത്തം മാറിയിരിക്കുന്നു, പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തിൻ്റെ സൈനാണ്? സമയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. വൈൽ റിട്ടേണിംഗ് ടു ഹോം ഓർ സീനറി ആർ ചേഞ്ച്. ഓൾ സീനറി കേട്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വഴിയോര കാഴ്ചകളും മാറിയിരിക്കുന്നു. ദീസ് ചേഞ്ചസ് വർ ദ റിസൾട്ട് ഓഫ് എ ബിഗ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് കാലം കാണിക്കുന്ന അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു ചേഞ്ചസ്, മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫാണ് സമയം പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ അപ്പോൾ സമയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു ലൈഫ് ടൈമിൽ ഒരു കുട്ടിയിൽ നിന്ന് ഒരു വൃദ്ധനിലേക്ക് എത്താൻ ഇത്ര സമയം വേണ്ടോ? അവിടെ ഒരുപാട് കാഴ്ചകൾ മാറും, അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ലോകം തന്നെ മാറും എന്നുള്ളൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക്